ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ചീരക്കുഴി ഡാമിലാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് തൊട്ടടുത്ത് ഉള്ളൊരു ഡാമാണ്. ഒരു 5-6 കിലോമീറ്റർ അല്ലേ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡാമിലേക്ക് പോവാം. അതിന് മുന്നേ എൻ്റെ പിന്നിൽ കണ്ടോ, നല്ല മഴക്കാറുണ്ട്. ഈ മഴയത്ത് ഈ അഭിനെ ഞങ്ങളെ വിളിച്ചിട്ട് വന്നതാണ്. സമയം ഇപ്പോൾ ഏറെക്കുറെ എത്രയും 6:24 ഞങ്ങൾ ചീരക്കുഴി ഡാം കാണാൻ വന്നത്. ഇന്ന് മൊത്തമായിട്ട് കാണാൻ പറ്റും തോന്നണില്ല, മഴയൊക്കെ പെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഡാമിൻ്റെ അവിടേക്ക് പോവാം. വാ, നമ്മൾ ഹെൽമെറ്റൊക്കെ ഊരി വണ്ടിയിൽ പ്രതിഷ്ഠിച്ചു. ഇനി നമ്മൾ ഡാം കാണാൻ പോവാണ്. അഭിന് ഇതുവരെ ഈ ഡാം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വന്നാൽ വെള്ളമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇപ്പം നല്ല എന്താണ് വരൾച്ചയല്ലേ. പക്ഷെ ഇന്ന് ചെറുതായിട്ടൊരു മഴ പെയ്തായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ 4 മണി കഴിഞ്ഞിട്ട് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച. പക്ഷേ ഇന്ന് ഇറങ്ങാൻ പറ്റിയില്ല, മഴ ആ സമയത്ത് പെയ്തു. അപ്പം ഇന്ന് പോവണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അഭിനെ സമാധാനം തരണ്ടേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോയേക്കാം, മഴയെങ്കിൽ മഴ, എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചു. ഇതിൽ കൂടെയാണ് ഡാമിലേക്ക് കടക്കുന്നത്. ഡാമിൻ്റെ സൈഡിലുണ്ട്, അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും വെള്ളമൊന്നുമില്ല. നല്ല മഴക്കാറുണ്ട് കണ്ടോ. മഴയൊക്കെ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ച് ഞങ്ങളിങ്ങ് വന്നു. അവനെ സൂക്ഷിച്ചു. ഇവിടെ ഒരു കുഴി പോലെ സംഭവം ഉണ്ടേ. അതെ, ആ കാണുന്നതാണ് ഡാം. വൈകുന്നേരമൊക്കെ വന്നാൽ ഇതിൻ്റെ ചോട്ടിലിരിക്കാൻ നല്ല രസമായിരിക്കും. എന്ത് സോനം മോഹൻ പൊത്തി നടക്കുന്നേ. ദേ ഇവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചോട്ടിലിരിക്കാൻ നല്ല രസമാണ്. ഞങ്ങളുടെ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ ന്യൂ ഇയർ ആഘോഷം ഇവിടെയായിരുന്നു. അങ്ങനെ നമ്മൾ ഡാമിലെത്തിയിരിക്കുന്നു. ഡാമിൽ നമുക്ക് കൂട്ടായിട്ടൊരു പൂച്ചയുണ്ട്. ഇതേ നമ്മൾ ഡാമിൻ്റെ അടുത്തെത്തി. അധികം വെള്ളമൊന്നുമില്ല, എന്നാലും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ മഴയൊക്കെ ചാറുന്ന പോലെ ഉണ്ട് കണ്ടോ, നല്ല മഴക്കാർ. ഒരു പൂച്ച കണ്ടോ നമ്മുടെ കാൽ ചവിട്ടിൽ വന്നിരുന്ന് കരയുന്ന. അവിടെയൊന്നും വെള്ളമൊന്നും ഒട്ടും ഇല്ല കേട്ടോ. ശരിക്കും മറ്റേ പ്രളയത്തിൻ്റെ സമയത്തും അല്ലാതെ വന്നാലൊക്കെ മഴക്കാലത്തൊക്കെ വന്നാൽ നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലം. ആകെ ഇത് ഇച്ചിരി സ്ഥലത്തെ വെള്ളമുള്ളൂ. അതെ, അവിടേക്കൊക്കെ വെള്ളമുണ്ട്. എങ്ങനെയുണ്ട് അഭിനെ? അടിപൊളിയാ, സൂപ്പർ. അഭിനയ്ക്ക് എന്താ സൂപ്പർ ഇല്ലാത്തത്, അതൊന്ന് പറഞ്ഞു തരൂ. രാവിലെ ഞാൻ അഭിനയ്ക്ക് എന്താ ഉണ്ടാക്കി കൊടുത്തേ ചോദിച്ചു നോക്കുക. എന്താ അഭിനെ ഞാൻ ഉണ്ടാക്കി തന്നെ? എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും അഭിന് എന്നോട് കുറെ ദിവസമായി പറയുന്നു അവൾക്ക് ഭൂരിയും മസാലക്കറിയും വേണമെന്ന്. സോനോട് പൂച്ചയായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു. എന്താ പൂച്ച സോനനെ ശല്യം ചെയ്യുന്നത്? അവൾക്ക് ദേഷ്യം വരും കേട്ടോ. ഇവിടെ ഇരിക്കാൻ പോവാ. കുറച്ചേരം ഇവിടെ കാറ്റ് കൊണ്ടിരിക്കാൻ നല്ലതാ, പക്ഷെ സമയം അതിക്രമിച്ചു. എടുത്തോ, എനിക്ക് പേടിയാ. പൂച്ചേനെയാണോ? അവന് പൂച്ചേനെ തൊടണ്ട, ഇങ്ങോട്ട് വാ, എഴുന്നേറ്റ് വാ. അപ്പൊ നമുക്ക് എവിടേക്ക് ഇനി അടുത്ത് പോവാ? വേണ്ടട്ടോ. ചീരക്കുഴി പാലത്തേക്ക് പോവാം, പാലം കാണാൻ പോവാം. കുറൊന്ന് ഇരുട്ടായിട്ടുണ്ട്, പക്ഷെ ക്യാമറയിൽ അത് മനസ്സിലാവുന്നില്ല. അവനെ നമുക്ക് ചീരക്കുഴി പാലം പോകണം നിർബന്ധമുണ്ടോ? എനിക്ക് നിർബന്ധമാണ്, പറ്റില്ല ഇപ്പൊ തന്നെ പോണം. അവനിക്ക് നിർബന്ധം അത്ര. നമുക്ക് ചുമ്മാ നോക്കാൻ പോയി കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ ഇപ്പോൾ ചീരക്കുഴി പാലത്തിന്റെ അവിടെ എത്തിയിരിക്കുന്നു. അവിടെ ഒരു പൊളിഞ്ഞ ബസ്സൊക്കെ ഉണ്ട്. ഇനി പാലത്തിൽ കൂടെ അഭിനയനെ കയറ്റി നടത്തിക്കട്ടെ, അവരുടെ ആഗ്രഹം അങ്ങോട്ട് തീർക്കട്ടെ. നമ്മളങ്ങനെ ദേ ചീരക്കുഴി പാലത്തിന്റെ അവിടെ എത്തി. ഇത് നമ്മൾ പണിത പാലം. ഈ കാണുന്നത് ബ്രിട്ടീഷുകാർ പണിത പാലം. അതിൽക്കൂടെ പോണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇപ്പൊ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പൊ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മള് ഇപ്പുറത്തെ പാലത്ത് നിന്ന് നല്ല കാറ്റൊക്കെ ഉള്ള, നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ. ഇടിവിട്ടുണ്ട്, നല്ല മഴക്കാറുണ്ട്. പക്ഷെ ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഇരുട്ടായതും മനസ്സിലാവുന്നില്ല. രണ്ടും കൂടി അടി ഉണ്ടാക്കല്ലേ. അവനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. അഭിനെ എനിക്ക് മേടിച്ചു തന്നാ ജോലി കിട്ടിയിട്ട് ഏത് കാലത്ത് എനിക്ക് പല്ലിന് മഞ്ഞ് വെച്ചിട്ട്
ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു. ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്നു. പട്ടി ചന്തയ്ക്ക് പോയ പോലെയാണ് ഞങ്ങള്. ഇവിടെ ഭക്ഷണത്തിരിക്കാൻ വയ്യ. അവനക്ക് ഉണ്ടാക്കി തന്നില്ല. എങ്ങനെയാണ് ചായ മേടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ കടയില്ല, അതുകൊണ്ടാ. മനസ്സിലായോ? ഞാൻ ഇവിടം വരെ വന്നു, പക്ഷെ കടയൊന്നും ഇല്ല. ഇനി ഞങ്ങൾ തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് പോയ അല്ലേ? അതെ അതെ. എന്റെ കോളേജിന്റെ അടുത്താട്ടോ ഈ പാലം. പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കോളേജിൽ നിന്നൊന്നും പോവാറില്ല ചീരക്കുഴിക്ക്. ഞങ്ങളോട് മിസ് പറഞ്ഞിട്ട് പോരുത്. നല്ല മഴക്കാറുണ്ട് ഗൈസ്. അതെ, നമ്മൾ പാലത്തിന്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നു. ആൾക്കാർ വിചാരിക്കും ഇവർക്ക് എന്താ ഭ്രാന്താണോ. ഹായ്, അവിടെ കണ്ടോ പൂമരം? അടിപൊളിയല്ലേ? സൂപ്പർ. ഇത് നമുക്ക് വീട്ടിലേക്ക് പോവാം. നല്ല ഭംഗിയുണ്ടല്ലേ? ഇന്ന് അവിടെ നിന്നോ, ഞങ്ങള് വീട്ടിലോട്ട് പോവാം. നമ്മൾ ചായ കുടിക്കാൻ കയറിയിരിക്കുന്നു. ചായയും പഴംപൊരി, ഉരുളക്കിഴങ്ങ് വഴി. സാധനം എനിക്കറിയില്ല കേട്ടോ. ഇത് പഴംപൊരിയാണ്. ഇനി ചായ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ദേ വീട്ടിലോട്ട് പോവുകയാണ്. ചായ കുടിച്ച് വയറ് നിറഞ്ഞു. അഭിനയ്ക്കായിരുന്നു വിശക്കുണ്ടായിരുന്നു. വീട്ടിലോട്ട് തിരിച്ചെത്തി. ഇപ്പൊ സമയം 7:30 ആയിട്ടുണ്ട്. മഴ പെയ്തു. ജസ്റ്റ് മിസ്സിനാണ് ഞങ്ങൾ മഴയിൽ നിന്ന് രക്ഷപ്പെട്ടത്. വേഗം ഓടി വീട്ടിൽ കയറി. ചെറുതായിട്ടൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടെന്ന് മാത്രം, വലുതായിട്ടൊന്നും ഇല്ല. എങ്ങനെ ഉണ്ടായിരുന്നു അഭിനെ? സൂപ്പർ ആയിരുന്നില്ലേ? അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെയോ അല്ലെങ്കിൽ വേറെ ദിവസം നമുക്ക് പോകാൻ പറ്റി കഴിഞ്ഞാൽ അവിടേക്ക് ഒന്നുകൂടി പോയി കേട്ടോ. അപ്പൊ നമുക്ക് സമാധാനമായിട്ടിരുന്ന് കാണാലോ. അപ്പോ നമ്മള് നിർത്താണ് ഇന്ന്. പറ എന്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ചാച്ചാ.